നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും പുണ്യം നിറഞ്ഞ ദാമോദര മാസ ആശംസകൾ നേരുന്നു. ഇന്ന് ദാമോദര മാസം അഥവാ കാർത്തിക മാസത്തിന്റെ 1ാമത്തെ ദിവസമാണ്. ഈ ഒരു മാസം ഭഗവാന് വേണ്ടി ഭഗവാൻ ഇഷ്ടമുള്ള സേവനങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ദാമോദര മാസം മുഴുവനും ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ നാമത്തിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സേവനങ്ങളും ചെയ്യുക. അതിലൊന്നാണ് തുളസി പൂജ. ഈ ദാമോദര മാസം മുഴുവനും തുളസി ചെടിയെ പരിപാലിക്കേണ്ട രീതിയും ലക്ഷ്മി ദേവി നമ്മുടെ വീട് തേടി വരാൻ ചൊല്ലേണ്ട അതിശക്തിയാർന്ന 3 വാക്കുള്ള മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാർത്തിക മാസം മുഴുവനും ലക്ഷ്മി നാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുളസിച്ചെടിയെ ഇനി പറയുന്ന രീതിയിൽ പരിപാലിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യവും സൗഭാഗ്യവും വന്നു ചേരുന്നതാണ്. മാത്രമല്ല ദാരിദ്ര്യം ഇല്ലാതാവുകയും സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതുമാണ്. ആദ്യം തന്നെ തുളസിയെ പരിപാലിക്കുന്നതിലൂടെ അല്ലെങ്കിൽ സേവിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. തുളസിച്ചെടിയെ പരിപാലിക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് വിഷ്ണു ഭഗവാൻ തന്നെ ലക്ഷ്മി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൊന്നാമത് ഐശ്വര്യവും ധനവും തന്നെയാണ്. നിത്യേന തുളസിക്ക് ജലം അർപ്പിക്കുകയും മന്ത്രം ജപിക്കുകയും ചെയ്യുന്നവരുടെ വീട്ടിൽ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്നതാണ്. മാത്രമല്ല അവരുടെ വീട്ടിലെ സകല ദാരിദ്ര്യങ്ങളും ഇല്ലാതാവുകയും അളവറ്റ രീതിയിൽ ധനം വന്നു ചേരുന്നതുമാണ്. ഇനി അത്ഭുത ശക്തിയുള്ള തുളസി മന്ത്രത്തിന്റെ പ്രാധാന്യം എന്താണെന്നാൽ അത് കേൾക്കുന്നത് പോലും മനുഷ്യന്റെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. ഈ ദാമോദര മാസത്തിൽ നിത്യേന തുളസിച്ചെടിക്ക് ജലം അർപ്പിക്കുന്നതിലൂടെ ആയിരക്കണക്കിന് വർഷം തുളസിക്ക് ജലം നൽകിയ പുണ്യഫലം ലഭിക്കുന്നതാണ്. ഇനി തുളസിയില്ലാതെ ഭഗവാന്റെ പൂജ അപൂർണമാണ്. ഒരു തുളസി ഇല അല്ലെങ്കിൽ ഒരു തുളസി കതിർ ഭഗവാന് സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മൾ സമർപ്പിച്ചാൽ ആയിരക്കണക്കിന് അമൃത കുംഭങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഭഗവാന് ലഭിക്കുന്നതാണ്. ഭഗവാന് അത്രയേറെ പ്രിയപ്പെട്ടതാണ് തുളസി. തുളസിയെ പരിപാലിക്കുന്നതിലൂടെ നമ്മുടെ മരണാനന്തരത്തിൽ പോലും അതിന്റെ ഫലം നിലനിൽക്കുന്നതാണ്. അതായത് ഒരാളുടെ മരണസമയത്ത് വായിൽ തുളസി ഇലയിട്ട വെള്ളം അല്ലെങ്കിൽ തുളസി തീർത്ഥം ആ വ്യക്തിക്ക് കുടിക്കാൻ കൊടുക്കുമ്പോൾ അതിലൂടെ അയാളുടെ സകല പാപങ്ങളിൽ നിന്നും അയാൾ മുക്തനാകുന്നതാണ്. മാത്രമല്ല ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുവാനുള്ള ഭാഗ്യവും ലഭിക്കുന്നതാണ്. ഇനി തുളസിയെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ നിത്യേന തുളസിച്ചെടിക്ക് ജലം അർപ്പിച്ച് മന്ത്രം ജപിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി ഈ ദാമോദര മാസത്തിൽ എങ്ങനെയാണ് തുളസിച്ചെടിയെ ആരാധിക്കേണ്ടതെന്നും ജലം അർപ്പിക്കുമ്പോൾ ചൊല്ലേണ്ട ആ 3 വാക്കുള്ള മന്ത്രം ഏതാണെന്നും നോക്കാം. ഓം വൃന്ദാവനേ സ്വാഹ, ഓം വൃന്ദാവനേ സ്വാഹ, ഓം വൃന്ദാവനേ സ്വാഹ. ഇതാണ് 3 വാക്കുള്ള അത്ഭുത മന്ത്രം. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് തുളസിച്ചെടിക്ക് ജലം അർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഈ കാർത്തിക മാസത്തിൽ അല്ലെങ്കിൽ ദാമോദര മാസത്തിൽ മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഈ മന്ത്രം നിത്യേന ജപിക്കുന്ന സ്ത്രീകൾ സൗഭാഗ്യശാലികളായി തീരുന്നതാണ്. ഇനി പുരുഷന്മാരാണ് ചൊല്ലുന്നതെങ്കിൽ അവർക്ക് അക്ഷയമായ ധനം വന്നു ചേരുന്നതാണ്. ഇനി സ്ത്രീകൾ എങ്ങനെയാണ് തുളസിച്ചെടിക്ക് ജലം അർപ്പിക്കേണ്ടത്? കുളിച്ച് തലമുടിയൊക്കെ അഴിച്ചിട്ട് ഓടിപ്പോയി തുളസിക്ക് വെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത്. കുളിച്ച് തലമുടി ഒന്ന് കെട്ടിവെച്ച് സീമന്തത്തിൽ സിന്ദൂരം അണിഞ്ഞതിന് ശേഷം മാത്രമേ സ്ത്രീകൾ തുളസിക്ക് വെള്ളം ഒഴിക്കുവാൻ പാടുള്ളൂ. തുളസിക്ക് 3 തവണ ജലം അർപ്പിക്കുക. അതിനുശേഷം തുളസിച്ചെടിക്ക് പ്രദക്ഷിണം വെക്കുകയും വേണം. ഇനി തുളസിക്ക് വെള്ളം ഒഴിക്കുമ്പോഴും പ്രദക്ഷിണം വെക്കുമ്പോഴും ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. അതിനോടൊപ്പം കാർത്തിക മാസം മുഴുവനും സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ അല്ലെങ്കിൽ തുളസിയുടെ ചുവട്ടിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുക. ഇതിലൂടെ വീട്ടിൽ സുഖവും സമൃദ്ധിയും നിറയുന്നതാണ്. ഇനി ഈ ദാമോദര മാസത്തിൽ വരുന്ന ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ തുളസിക്ക് കുറച്ചു പച്ചപ്പാൽ സമർപ്പിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ എന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇനി വീട്ടിൽ ശാലിഗ്രാം ഉള്ളവരാണെങ്കിൽ തുളസിച്ചെടിയുടെ അടുത്തിത് വെക്കുകയും
എള്ളർപ്പിക്കുന്നതും ഉത്തമമാണ്. ശാലിഗ്രാമത്തിൽ തുളസി ഇലകൾ വെച്ച് ചന്ദനം കൊണ്ട് തിലകം ചാർത്തുന്നതും നല്ലതാണ്. ഇനി തുളസി ഇലകൾ പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി, പൗർണമി, അമാവാസി, ഏകാദശി, ദ്വാദശി എന്നീ ദിവസങ്ങളിൽ തുളസി ഇല പറിക്കുന്നത് മഹാപാപമാണ്. അതുപോലെ തന്നെ തുളസി ഇലകൾ പറിക്കുന്ന സമയത്തിനും പ്രാധാന്യമുണ്ട്. ഉച്ചയ്ക്ക്, രാത്രിയിൽ, അശൗച സമയത്ത്, അതായത് ശുദ്ധിയില്ലാത്ത സമയത്ത്, എണ്ണ തേച്ചുകൊണ്ട്, കുളിക്കാതെ, കൈകാലുകൾ കഴുകാതെ, ഇതിനെല്ലാം ഉപരി രാത്രിയിൽ ഉടുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും തുളസി ഇല പറിക്കരുത്. രാത്രിയിൽ തുളസിച്ചെടി ഉറങ്ങുന്ന അവസ്ഥയിലായതുകൊണ്ട് തന്നെ രാത്രിയിൽ തുളസിയെ സ്പർശിക്കുകയോ ഇലകൾ പറിക്കുകയോ ചെയ്യുന്നത് അശുഭകരമാണ്. ഇനി ആർത്തവമുള്ള സ്ത്രീകൾ തുളസിയെ ആരാധിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നത് മഹാപാപമായി കണക്കാക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ ചെയ്ത സ്ത്രീകൾക്ക് ദുർഗതിയായിരിക്കും വന്നു ചേരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അശുദ്ധി ഉള്ള സമയത്ത് തുളസിയുടെ ആ ഒരു പരിസരത്തേക്ക് പോലും പോകരുത്. ഇനി തുളസി ഇല പറിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇലകൾ നശിപ്പിക്കാതെ അതിന്റെ അഗ്രഭാഗം മാത്രമായി പറിക്കുക. നഖം ഉപയോഗിച്ച് തുളസി ഇല പറിക്കുന്നത് വളരെ പാപമാണ്. ഇനി തുളസി ചെടി ഒരുപാടിട്ട് ഉലയ്ക്കാതെ, അല്ലെങ്കിൽ ചെടി ഒരുപാട് കുലുങ്ങാതെ അഗ്രഭാഗം മാത്രം പറിച്ചെടുത്ത് അത് ഭഗവാന് സമർപ്പിക്കുമ്പോൾ ആ പൂജയുടെ ആണെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആണെങ്കിലും ഫലം വർദ്ധിക്കുന്നതാണ്. എല്ലാ പൂക്കളിലും ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്ന തുളസി മഞ്ചരി, അതായത് തുളസിയുടെ അഗ്രഭാഗത്തുള്ള ആ ഒരു പൂക്കൾ പോലെയുള്ള ഭാഗം, അത് പറിക്കുമ്പോൾ ഇലകളും അതിനോടൊപ്പം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പൊതുവായി ഒട്ടുമിക്ക പേർക്കും തുളസിയുടെ മഹത്വവും പ്രാധാന്യവും ഒക്കെ അറിയാം. എന്നാൽ ചിലരെങ്കിലും അതൊരു ഔഷധ സസ്യമായി മാത്രം കാണുന്നവരുണ്ട്. തുളസി ചെടിയെ ആരാധിക്കുന്നതിലൂടെയും ജലം അർപ്പിക്കുന്നതിലൂടെയും തുളസി മന്ത്രം ചൊല്ലുന്നതിലൂടെയും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. മാത്രമല്ല, നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതാക്കുവാനും മോക്ഷം ലഭിക്കുവാനും ഉത്തമ മാർഗമാണ് തുളസി ആരാധന. തുളസി മന്ത്രത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഭഗവാൻ വിഷ്ണു ലക്ഷ്മി ദേവിയോട് പറഞ്ഞുകൊടുത്ത ഒരു കഥയുണ്ട്. ഈ കഥ തുളസി മന്ത്രത്തിന്റെ ശക്തിയും പാപ പരിഹാരത്തിനുള്ള അതിന്റെ കഴിവുമാണ് വ്യക്തമാക്കുന്നത്. ദക്ഷിണ ദിശയിൽ യമനഗരി എന്നൊരു നഗരമുണ്ടായിരുന്നു. അവിടെ രമേശ് എന്നൊരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അയാൾ ജനനം കൊണ്ട് ബ്രാഹ്മണൻ ആയിരുന്നെങ്കിലും അത്യധികം പാപിയും തെറ്റായ കാര്യങ്ങളിൽ മുഴുകിയവനുമായിരുന്നു. അയാൾ ഒരിക്കലും പൂജ, ധ്യാനം, ജപം, സൽക്കാരം തുടങ്ങിയ ധാർമ്മിക കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നില്ല. മാത്രമല്ല, മദ്യപാനം, മാംസാഹാരം ഭക്ഷിക്കൽ, എപ്പോഴും അധാർമിക കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നിവയായിരുന്നു അയാളുടെ ശീലം. പകൽ സമയം അയാൾ വയലിൽ ജോലി ചെയ്തും ഇലകൾ വിറ്റും ഉപജീവനം നടത്തി. എന്നാൽ രാത്രിയിൽ അയാൾ വേശ്യകളുടെ അടുത്താണ് പോയിരുന്നത്. അനേകം വർഷങ്ങൾ അയാൾ പാപപൂർണമായ ജീവിതമാണ് നയിച്ചത്. പതിവ് പോലെ ഇലകൾ ശേഖരിക്കുവാൻ ഒരു ദിവസം അയാൾ പോയി. കാലരൂപത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കറുത്ത പാമ്പ് അയാളെ കടിച്ചു. ഉടൻ തന്നെ അയാൾ മരിക്കുകയും ചെയ്തു. യമദൂതന്മാർ വന്ന് അയാളെ യമലോകത്തേക്ക് കൊണ്ടുപോയി. ചിത്രഗുപ്തൻ അയാളുടെ പുണ്യപാപങ്ങളുടെ കണക്കുകൾ ധർമ്മരാജന്റെ മുന്നിൽ വെച്ചു. അയാൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു പുണ്യപ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി. ധർമ്മരാജൻ കഠിന പാപിയായ ആ ബ്രാഹ്മണനെ നരകത്തിൽ തള്ളിവിടുവാൻ കൽപ്പിച്ചു. അയാൾ നിരവധി വർഷങ്ങൾ നരകയാതന അനുഭവിച്ചു. അതിനുശേഷം അടുത്ത ജന്മത്തിൽ അയാൾക്ക് കാളയുടെ രൂപത്തിൽ ജനനം ലഭിച്ചു. കാളയായി ജനിച്ച അയാൾക്ക് കനത്ത ഭാരം ചുമക്കേണ്ടി വന്നു. അതിന്റെ ശക്തി കുറഞ്ഞപ്പോൾ ഉടമസ്ഥൻ ആ കാളയെ ഒരു മുടന്തനായ മനുഷ്യന് വിറ്റു. 8 വർഷത്തോളം ആ കാള മുടന്തനായ മനുഷ്യനെ സേവിച്ചു. ഒരു ദിവസം ആ കാള മുടന്തനായ ഉടമയെയും വഹിച്ചുകൊണ്ട് ഒരു ഉയർന്ന പർവ്വതത്തിൽ കയറി. അമിതമായ അധ്വാനം കാരണം കാള തളർന്നു വീഴുകയും അവസാന ശ്വാസം വലിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന ആളുകൾക്ക് ആ കാളയോട് ദയ തോന്നി. അവർ അതിന്റെ വായിൽ വെള്ളം കൊടുക്കുവാൻ ശ്രമിച്ചു. ആ കൂട്ടത്തിൽ ഒരു പുണ്യാത്മാവുണ്ടായിരുന്നു. അയാൾ തന്റെ പുണ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം കാളയ്ക്ക് നൽകി. ഇത് കണ്ടപ്പോൾ മറ്റുള്ളവരും അവരുടെ പുണ്യങ്ങൾ നൽകുവാൻ തുടങ്ങി. ഈ സമയത്ത് അവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നു. അവളും തന്റെ പുണ്യം ആ കാളയ്ക്ക് ദാനം ചെയ്തു. അല്പസമയത്തിനകം കാള മരിച്ചു. യമദൂതന്മാർ വന്ന് ആ കാളയുടെ ശരീരത്തിൽ നിന്ന് ബ്രാഹ്മണന്റെ ആത്മാവിനെ യമലോകത്തേക്ക് കൊണ്ടുപോയി. യമലോകത്ത് ചിത്രഗുപ്തൻ വീണ്ടും കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ആ വേശ്യ നൽകിയ പുണ്യത്തിന്റെ ഫലം കാരണം
അവന്റെ എല്ലാ ജന്മങ്ങളിലെയും പാപങ്ങൾ നശിച്ചിരിക്കുന്നു. യമദേവൻ ബ്രാഹ്മണനോട് വേശ്യയുടെ പുണ്യം നിനക്ക് വലിയ ഉപകാരമാണ് ചെയ്തതെന്നും അതിന്റെ ഫലം കാരണം നിന്റെ എല്ലാ പാപങ്ങളും നശിച്ചതിനാൽ നിനക്ക് വീണ്ടും മനുഷ്യജന്മം ലഭിക്കുമെന്നും പറഞ്ഞു. ഇപ്രകാരം ആ ബ്രാഹ്മണൻ ഭൂമിയിൽ ഒരു ഉത്തമ ബ്രാഹ്മണ കുലത്തിൽ വീണ്ടും ജനിച്ചു. മഹാപുണ്യത്തിന്റെ ഫലം കാരണം പുതിയ ജന്മത്തിൽ അയാൾക്ക് തന്റെ പൂർവ്വജന്മത്തിലെ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. മാത്രമല്ല, വളർന്നപ്പോൾ അയാൾക്ക് കാളയായിരുന്നപ്പോൾ ഒരു വേശ്യയാണ് പുണ്യം നൽകിയതെന്ന് ഓർമ്മ വന്നു. അയാൾ ആ വേശ്യയെ അന്വേഷിച്ച് അവരുടെ നഗരത്തിലെത്തി. അപ്പോഴേക്കും അവൾ വൃദ്ധയായിരുന്നു. ബ്രാഹ്മണൻ അവളെ കണ്ട് നന്ദി പറഞ്ഞു. താൻ ആരാണെന്നും എന്തിനാണ് നന്ദി പറയുന്നതെന്നും അവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഹേ അമ്മേ, അവിടുന്ന് പുണ്യം നൽകി രക്ഷിച്ച ആ കാളയാണ് ഞാൻ. അവിടുത്തെ പുണ്യത്തിന്റെ ഫലത്താലാണ് എനിക്ക് ഈ മനുഷ്യജന്മം ലഭിച്ചത്. അമ്മ എനിക്ക് ഏത് പുണ്യമാണ് നൽകിയതെന്ന് ബ്രാഹ്മണൻ ചോദിച്ചു. ഇത് കേട്ട് വേശ്യ പറഞ്ഞു, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുണ്യകർമ്മവും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ വീട്ടിലെ കൂട്ടിൽ എപ്പോഴും എന്തോ സംസാരിക്കുന്ന ഒരു തത്തയുണ്ട്. അത് കേട്ട് എൻ്റെ അന്ധകരണം പരിശുദ്ധമായി. ആ മന്ത്രമാണ് ഞാൻ നിനക്ക് പുണ്യമായി നൽകിയത്. അവർ തത്തയുടെ അടുത്തെത്തി കാര്യങ്ങൾ തിരക്കി. തത്ത തൻ്റെ പൂർവ്വജന്മ കഥ വെളിപ്പെടുത്തി. താൻ ഒരു ബ്രാഹ്മണനായിരുന്നു എന്നും അഹങ്കാരം കാരണം ഗുരുജനങ്ങളെയും പണ്ഡിതന്മാരെയും അപമാനിച്ചതിനാൽ തനിക്ക് തത്തയായി ജനിക്കേണ്ടി വന്നു എന്നും തത്തയായി ജനിച്ച ശേഷം മുനിമാർ തന്നെ വളർത്തുകയും അവരുടെ ആശ്രമത്തിൽ താൻ എന്നും കേട്ടിരുന്ന തുളസിക്ക് ജലം അർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം പഠിക്കുകയും ചെയ്തു. ആ മന്ത്രമാണ് താൻ എപ്പോഴും ചൊല്ലുന്നത്. ആ മന്ത്രം കേട്ടാണ് വേശ്യയുടെ മനസ്സ് ശുദ്ധമായത്. ഈ മന്ത്രത്തിന്റെ ഫലം കാരണമാണ് തത്തയുടെയും വേശ്യയുടെയും ബ്രാഹ്മണന്റെയും എല്ലാ പാപങ്ങളും നശിച്ചത്. അവസാനം ഈ മന്ത്രത്തിന്റെ ശക്തിയാൽ ബ്രാഹ്മണനും വേശ്യയും തത്തയും ദിവ്യ വിമാനത്തിൽ കയറി ഭഗവാൻ വിഷ്ണുവിന്റെ ധാമത്തിലേക്ക് യാത്രയായി. ആ അത്ഭുത മന്ത്രമാണ് ഓം വൃന്ദാവനി സ്വാഹ. അതുകൊണ്ട് ഈ ദാമോദര മാസത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ല എങ്കിലും മുടങ്ങാതെ എല്ലാ ദിവസവും ഭഗവാന് നെയ്വിളക്ക് ആരതിയെടുക്കുക. അതിനോടൊപ്പം ഈ 3 വാക്കുള്ള അത്ഭുത മന്ത്രം ചൊല്ലി ഈ പറഞ്ഞ രീതിയിൽ തന്നെ തുളസിയെ പരിപാലിക്കുക. ഉറപ്പായും ഭഗവാൻ നിങ്ങളിൽ പ്രസാദിക്കുന്നതാണ്. ഭഗവാനുള്ളിടത്ത് ലക്ഷ്മി ദേവി തീർച്ചയായും ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ഈ ദാമോദര മാസത്തിൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.